കണ്ണ് കാണുന്നില്ലല്ലോ തൊപ്പിട്ടിട്ട്. ഹലോ, എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നത്, ഞാൻ നാട്ടിൽ പോവാണ്. ഞാൻ ഈ വീഡിയോ എടുക്കണേന്റെ വരുന്നതിന്റെ പിറ്റേ ദിവസമായിരിക്കും ഞാൻ പോകുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നാട്ടിൽ പോവാണ്. ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടായതാന്ന് ഞാൻ പറയേണ്ടി വരും. കാരണം അല്ലേ, എല്ലാം ഷടപടേന്നായിരുന്നു. പ്ലാനിങ് ഇപ്പോഴല്ലായിരുന്നു, നെക്സ്റ്റ് ഇയർ ആയിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചിരുന്നത് ഞാൻ അന്ന് ദുബായി പോകുമ്പോൾ പറഞ്ഞിരുന്നില്ല, ഞാൻ ചിലപ്പോൾ ജൂലൈയിൽ നാട്ടിൽ പോവും എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല അന്ന് നിങ്ങളോട്. പക്ഷെ അത് മാറി. പിന്നെ എന്താ സന്തോഷ വാർത്ത എന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മാച്ചിനെ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്റെ നാത്തൂൻ അംജിക്കാടെ സിസ്റ്റർ. നാത്തൂന്നൊന്നും പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമില്ല, കാരണം അവൾ എന്റെ അനിയത്തി, അംജിക്കാടെ അനിയത്തി അല്ല. പക്ഷെ സത്യം പറയാലോ, ഞങ്ങള് സ്ഥാനം കൊണ്ടാണ് ഞാൻ മൂത്തത്, പ്രായം കൊണ്ട് ഒരു 2 മാസത്തേക്ക് അവളാണ് മൂത്തതെങ്കിലും ഞാന് ജ്യേഷ്ഠന്റെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് മറ്റേ ബാബി സ്ഥാനം കിട്ടി. ഈവൻ അഫ്സ് വരെ, അംജിക്കാക്ക് ഒരു അനിയനും കൂടി ഉണ്ട്, അവൻ വരെ എന്റെ ബാബിന്ന് വിളിക്കുന്നത്. പക്ഷെ എനിക്ക് അവരെ കല്യാണം അനിയത്തി പോലെ. അപ്പൊ അമ്മൂടെ കല്യാണമാണ്, അംജിക്കാടെ അനിയത്തിയുടെ കല്യാണം. എങ്ങനെ ആ ഒരു മൂമെന്റ് എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല, കാരണം മെയിൻ ഒരു സാഡ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഇല്ല, അംജിക്ക നാട്ടിലേക്കില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ജൂലൈയില് കല്യാണം എന്നുള്ളതായിരുന്നു. പിന്നെ അത് മാറി നെക്സ്റ്റ് ഇയറിനാക്കി. പിന്നെ പെട്ടെന്ന് ചെക്കൻ്റെ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും കൂടി തീരുമാനിച്ച്, എന്ന് വെച്ചാൽ അവർക്കും ഉണ്ടാവില്ല, നമ്മൾ അവരെ ഇതുകളും കൂടി നോക്കണമല്ലോ. അപ്പോൾ അവർക്ക് ഈ വർഷം തന്നെ കല്യാണം നടത്തുന്നപ്പോൾ പെട്ടെന്നായി. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം ലീവ് എടുത്തു, അംജിക്ക ലീവൊക്കെ എടുത്ത് ഫുൾ സെറ്റ് ആയതാണ്. പെട്ടെന്നാണ് കല്യാണം അടുത്ത ഇയറിനാക്കിയത്. അപ്പോൾ അംജിക്ക എന്താക്കി, ആ ലീവ് എടുത്തിട്ടാണ് ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്കൊക്കെ ട്രിപ്പ് പോയത്. കാരണം ഓൾറെഡി ലീവ് എടുത്തല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ സ്കോട്ട്ലാൻഡിൽ നിന്ന് പോയി വന്നപ്പോഴാണ് വീട്ടിൽ നിന്ന് പറയണത് വീണ്ടും ഈ മാസം തന്നെ ആക്കി കല്യാണം. അത് പെട്ടുപോയി. എന്താ പറയാ, കാരണം എന്റെ അവിടെ അഡ്വാൻസ് ആയിട്ട് നമ്മൾ ഹോളിഡേസിന് വേണ്ടി ലീവ് അപ്ലൈ ചെയ്യണം. അതെ, അഡ്വാൻസ് ആയിട്ട് ഹോളിഡേസിന്. പിന്നെ അത് മാത്രല്ല, ഇപ്പൊ അവിടെ അംജിക്കാടെ കെയർ ഹോമില് ഒരു തരത്തിലുള്ള ഒരു ഇത് വന്നിട്ടുണ്ട്, വൈറസ് വന്നിട്ടുണ്ട്. എന്താണ് ആ വൈറസിന്റെ പേര്? നോറ വൈറസ്. അത് കാരണം ഒരു അറൗണ്ട് ഒരു 20 റെസിഡൻസിന് മൊത്തത്തിൽ സിക്ക് ആണ്, അവർക്ക് വയ്യ. പിന്നെ ഈവൻ ഇവരെ കെയർ വർക്കേഴ്സിനും പലവർക്കും വയ്യ. അതുകൊണ്ട് വരെ വന്നായിരുന്നു അങ്ങനെ സിക്ക് വന്നു. അങ്ങനെ മൊത്തത്തിൽ ആകെ ഒരു ഇതായിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, ആകെ ഒരു ക്രൂഷ്യൽ പീരിയഡിലാണ്. നമ്മളീ പറയില്ലേ പ്രവാസികളുടെ കാര്യം, ഈ സെയിം അവസ്ഥയിൽ കൂടെ അംജിക്ക നാട്ടിലേക്ക് വരുന്ന അവസ്ഥയല്ല. അതുകൊണ്ട് ഞാൻ മാത്രം നാട്ടിൽ പോകുന്നത് ഭയങ്കര സങ്കടമാണ്. അറിയേണ്ട അവസ്ഥ, ഞാൻ എല്ലാ ദിവസവും എങ്ങനെയാ കടന്നു പോകുന്നതെന്ന് ഭയങ്കര. ഈ ഒരു ആയോ ഓടിയിട്ട് അംജിക്കാക്ക് ഉറക്കമില്ല, സങ്കടം, വിഷമം. കാരണം അവനക്ക് അമ്മാച്ചി വെച്ചാൽ അത്രയും ജീവൻ. ആഗ്രഹമുണ്ട് മോളോട് ഇങ്ങനെ വ്ലോഗിന് വരണം കാര്യങ്ങളൊക്കെ, പക്ഷേ when it comes to reality it's totally crazy. പിന്നെ ഇപ്പൊ കുറെ പേര് ചോദിക്കണം എന്താ അംജിക്ക വീഡിയോയിൽ വരാത്ത. മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനക്ക് രാവിലെ മോർണിംഗ് 8 to നൈറ്റ് 8 വരെ ജോലിയാണ് ദിവസം. അപ്പോൾ വ്ളോഗിന് വരാനുള്ള ഒരു ഇതൊന്നും ഇല്ല, ഫുൾ ഇതാ. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ നാട്ടിൽ പോവാണ്, അമ്മാച്ചിയുടെ കല്യാണത്തിനാണ് ഞാൻ പോകുന്നത്. അപ്പൊ എല്ലാം മനസ്സുകൊണ്ട് മോളൊപ്പം ഉണ്ടാവും. അതെ, ഞാൻ തന്നെയാണ് മോള്. ഞാൻ എപ്പോഴും മോളെടുത്ത് പറയാറുണ്ട്, അംജിക്ക എപ്പോഴും എന്നോട് ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും മോളുണ്ടെങ്കിൽ ഞാൻ ഉള്ള പോലെയാണ്. അതാണ് അമ്മാച്ചി. അതെ, അപ്പൊ അമ്മാച്ചിയുടെ ഞാൻ അംജിക്ക എപ്പോഴും പറയും, മോള് ഞാനല്ലേ, അപ്പൊ മോള് പോയാലും ഞാൻ പോയ പോലെ തന്നെയാണ്. മോള് എന്റെ എല്ലാ കുറവും. എന്റെ വീട്ടുകാർക്ക് മനസ്സിലായി എന്റെ അവസ്ഥ എന്താണ് ഇവിടെ. കാരണം ആ ഒരു പീരീഡ് ലൈക്ക് ഓഗസ്റ്റിൽ, കാരണം ഈ സമയത്ത് ഇവിടുത്തെ വെക്കേഷൻ ഒക്കെ, അതായത് 6 weeks വെക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാരും എല്ലായാലും മൊത്തത്തിൽ എല്ലാത്തിലും അംജിക്കാക്ക് വരാൻ പറ്റാത്തൊരു അവസ്ഥയായി. ഞാനപ്പൊ എന്തായാലും പോവാണ്. അപ്പൊ ഇന്ന് എന്താ വെച്ചാൽ നമ്മളുടെ ഷോപ്പിംഗ് ആണ്. നാട്ടിലേക്ക് പോണേന്റെ കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെ ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നുമല്ല, കുറച്ച് കുഞ്ഞി സാധനങ്ങളും ഷോപ്പിംഗും. മെയിൻ ഷോപ്പിംഗ് ഒക്കെ നാട്ടിലെത്തിയിട്ടാണ്. മെയിൻ വെഡിങ്ങിനാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നാട്ടിലാണ് നമ്മുടെ എല്ലാം ഇരിക്കുന്നത്. ഇവിടുന്ന് പക്ഷെ പോകുമ്പോ നമ്മൾ കുറച്ച് മേടിക്കണല്ലോ. പിന്നെ അത് മാത്രല്ല, എന്റെ ഉമ്മയും വരുന്നുണ്ട്. അമ്മൂന്റെ കല്യാണത്തിന് വേണ്ടിട്ട് തന്നെ വരുന്നതാണ്. ഉമ്മയും കല്യാണത്തിന് ഞാൻ എയർപോർട്ടിൽ എത്തുന്ന അതേ സമയത്ത് തന്നെ ഉമ്മ എയർപോർട്ടിലെത്തും. ഉമ്മ ദുബായിന്ന് എയർപോർട്ടിലെത്തും, ഞാൻ ഇവിടുന്ന് പോയിട്ട് അവിടെ എയർപോർട്ടിലെത്തും. പിന്നെ ഉപ്പ വരുന്നുണ്ട്. ഉപ്പ ഇപ്പോഴല്ല വരുന്നത്, അമ്മൂന്റെ കല്യാണത്തിന് 2 ദിവസം മുമ്പായിട്ട് ഉപ്പയും വരും. അങ്ങനെ ഞങ്ങള് ഇതാക്കാൻ പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ഷോപ്പിങ്ങിന് ഇറങ്ങാം. ഇപ്പൊ മഴ ഉണ്ട്,
ഞങ്ങള് എന്നൊക്കെ ഷോപ്പിങ്ങിന് ഇറങ്ങിക്കോ അന്നൊക്കെ ഇവിടെ മഴ. അതെ, ഇങ്ങനത്തെ ഒരു വെതർ ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം. അപ്പൊ നമ്മളുടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. കഴിക്കാനോ? കഴിക്കാൻ ചിച്ചിസ്റ്റർ നാടൻ ഭക്ഷണം ഒന്നും കിട്ടത്തില്ലല്ലോ. ആ അത് ശരിയാ. ചൈനീസ് കഴിക്കണം. UK സമ്മർ 2 മാസം എന്നാ പറയാ. പക്ഷെ ഈ വർഷത്തെ സമ്മർ ഫുൾ മഴ കൊണ്ടുപോയി എന്നുള്ളത് സത്യം. ഇതിപ്പോൾ ആക്ച്വലി സമ്മറാണ്, പക്ഷെ പകുതി മഴയായിരുന്നു ഇവിടെ. സമ്മർ എന്ന് പറയാനേ ഉണ്ടായിരുന്നില്ല. ഒരു മഴക്കാലം പോലെയായിരുന്നു ഫുൾ ടൈം. ഇവിടെ അപ്പുറത്താണോ നിന്നിരുന്ന സ്ഥലത്തല്ല, ഓപ്പോസിറ്റ് ആയിരുന്നു കേട്ടോ നമ്മുടെ ബസ് വരുന്നത്. അപ്പോൾ അവിടെ പോയി നിൽക്കുക. ഞാനാണെങ്കിൽ എന്തായാലും പോവാണ്, എന്നാൽ അംജുക്കാരനൊന്ന് പ്രാന്ത് പിടിപ്പിക്കാമെന്ന് വിചാരിച്ച്. അവനിക്ക് പ്രാന്ത് പിടിക്കണ 2 കാര്യങ്ങളാണ്. ഒന്ന് തണുപ്പത്ത് ജാക്കറ്റ് ഇല്ലാണ്ട് പുറത്തിറങ്ങണതും, രണ്ടാമത്തത് മഴയുള്ളപ്പോൾ തൊപ്പിയില്ലാതെ നിൽക്കണതും. ഞാനാണെങ്കിൽ ഇവനിങ്ങനെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മഴ കൊള്ളാം. നാട്ടിലൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെ മഴ കൊള്ളും. അപ്പോൾ ഇങ്ങനെ ഞാൻ പോകുന്നതുകൊണ്ട് തന്നെ ദേഷ്യപ്പെടുന്നില്ല. മോളെ മഴ കൊണ്ടു കഴിഞ്ഞാൽ നാളെ ജലദോഷം പിടിച്ചാലോ, യാത്ര ചെയ്യേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പാവം തോന്നി. ഞാൻ ഉള്ളിൽ കയറിയിരുന്നിട്ടാ. മഴ കൊള്ളണമെങ്കിൽ എങ്ങാനും കഷ്ടകാലത്തിനും ജലദോഷമൊക്കെ പിടിച്ചു പോയി കാര്യം. പക്ഷെ ഞാൻ ഉള്ളിലിരുന്നിട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ബസ്സിൽ കയറി. ഇവിടുത്തെ മഴയാണെങ്കിൽ ഒന്ന് മഴ കുറഞ്ഞിങ്ങനെ വരും. അപ്പോഴേക്കും എന്താ പറയുക, പിന്നെ കാണാം മഴ ഭയങ്കര മഴയായിട്ട് വരും. വഴിയൊക്കെ നോക്കി ശരിക്കും നമ്മുടെ നാട്ടിൽ കൂടെ പോകുന്ന പോലെ ഇവിടെ ഫീൽ ചെയ്യത്തുള്ളൂ. നല്ല നമ്മളെ വയനാട് ആ വഴി കൂടെ ഒക്കെ പോകുമ്പോഴുള്ളൊരു ഭംഗിയില്ലേ, ഇതേപോലെയാണ് ഇവിടുത്തെ പല റോഡുകളുടെയും ഭംഗി എന്ന് പറയണത്. മഴയാണെങ്കിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നാണെങ്കിൽ നല്ല മഴയുള്ളത്. മഴ ശബ്ദം കേൾക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ നാട്ടിലൊക്കെ നല്ല മഴ പെയ്തില്ലേ, അതേപോലെ ഇവിടെയും മഴ പെയ്തോണ്ടിരിക്കുന്നു. അതെ, നമ്മുടെ സ്ഥലത്തെത്തി, ചിച്ചിസ്റ്റർ എത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു, മഴയും കൂടെ ആയപ്പോൾ നല്ല വിശപ്പ്. അങ്ങനെ ഇതേ ഞങ്ങൾ പോവാണ്. ഇതൊരു ചൈനീസ് റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ബുഫയാണ് ഉള്ളത്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യാൻ. നമ്മൾ ചൈന റോയലിൽ പോയിട്ട് ചൈനീസ് ബുഫേ കഴിക്കാൻ പോവാ. ആഗ്രഹം മാത്രമല്ല, നടക്കാൻ പറ്റത്തില്ല ഈ മഴയിൽ. ആകെ കണ്ടൊരു ഓപ്ഷൻ നല്ലത് തോന്നിയത് മാത്രം. ഉള്ളി കയറി വീഡിയോ എടുത്തു തുടങ്ങിയപ്പോൾ തന്നെ അവർ പറഞ്ഞു വീഡിയോ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ അടിപൊളി ബുഫേ ആയിരുന്നു കേട്ടോ. കുറച്ച് മെനു ഉണ്ടായിരുന്നില്ലെങ്കിലും നല്ല ഫുഡായിരുന്നു. അത് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പോകുന്നത് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നല്ലോ. ഇപ്പോൾ പേര് വരുമ്പോൾ എനിക്ക് ഓർമ്മ വരും. എന്തായിരുന്നു അതിൻ്റെ പേര്? TK Maxx. യെസ്, TK Maxxക്കാണ് ഫസ്റ്റ് പോണത്. അവിടുന്ന് ബാഗും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനാണ് പോണത്. അപ്പോൾ ആദ്യത്തെ ഷോപ്പിംഗ് മമ്മിക്കാണ് ഷോപ്പിംഗ് ചെയ്യണത്. അപ്പോൾ TK Maxxൽ കുറേ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കിട്ടും. ഒരുപാട് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി സാധനങ്ങൾ കിട്ടും TK Maxxൽ. അപ്പോൾ അതേ മമ്മിക്ക് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അംജുക്കാക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അംജുക്കായുടെ മനസ്സിൽ കുറച്ച് സാധനങ്ങൾ, അതൊന്നും അവനിക്ക് ആ തൃപ്തി വരുന്നില്ല നോക്കിയിട്ട്. ഓരോ ബാഗ് എടുത്തിട്ട് ഓരോ കുറ്റം കണ്ടുപിടിക്കുക. ഇതാകുമ്പോൾ ഇതിങ്ങനെ അതിൻ്റെ ക്ലിപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, അത് ഇതാവില്ല. ആളുടെ മനസ്സിൽ എന്തോ ഒരു കളറും ഒരു ഇതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ 2 ഇഷ്ടപ്പെട്ടത്. ഇപ്പോൾ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ 2 കേട്ടോ. എനിക്ക് ഈ 2 ഇഷ്ടമായത്. അതൊന്നും നീ കാണിച്ചേ. ഓ സെക്സി. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് രസമുണ്ടല്ലേ, എനിക്ക് ഇഷ്ടമായി അതിന്റെ കളർ. ഇത് എല്ലാ ഡ്രസ്സിനും മാച്ച് ആവും. ഈ ബാഗ് കൊള്ളാവോ? എനിക്ക് നൈസ് ബേബി, നല്ല രസമുണ്ട്. കുറച്ച് അധികം സാധനങ്ങളൊക്കെ നാട്ടിലൊക്കെ നല്ല മെറ്റീരിയൽ, വെള്ളം തട്ടില്ല. ഇഷ്ടമായോ? മോളുടെ ഡ്രസ്സുമായിട്ട് മാച്ചിങ് ഉണ്ട്. ഇതെനിക്ക് ഇഷ്ടമായി.
അവസാനം മമ്മിക്ക് എടുത്തത് ആ നല്ല അവസാനം കടിച്ച ആ ചെറിയ റെഡിൻ്റെ ആ ബാഗും പിന്നെ എനിക്ക് ആ ഗ്രീൻ ബാഗും പിന്നെ എനിക്കൊരു മേക്കപ്പ് ബാഗ് വേണമായിരുന്നു. അപ്പോൾ ഞാൻ ഇതല്ല മേടിച്ചത്. അംജുക്കാക്ക് ഇതിനേക്കാളും ഇഷ്ടപ്പെട്ടത് ഈ മുകളിലിരിക്കുന്നതാണ് ഇഷ്ടപ്പെട്ടത്. പിന്നെ എനിക്കും തോന്നി യെസ് അത് തന്നെയാണ് കുറച്ചും കൂടി സ്പേസ് ഉള്ളത് ഇതിനായിരിക്കും കുറച്ചും കൂടെ. അപ്പോൾ ഇതും എടുത്ത് അങ്ങനെ ഈ 3 സാധനങ്ങളാണ് നമ്മൾ ഇവിടെ നിന്നുള്ള ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നത്. ഇത് മാത്രമല്ല ബൂട്ട്സ്, അംജുക്കാക്ക് നല്ലൊരു ബൂട്ട്സ് ഇവിടുന്ന് വാങ്ങിട്ടോ. അടിപൊളി ബൂട്ട്സ് ആയിരുന്നു. ഇതും വാങ്ങി. നല്ല രസമുണ്ടടാ, നല്ല ഭംഗിയുണ്ട്, എല്ലാത്തിക്കും ചേരും കളറും. ഇതെടുത്തോ. അവനക്ക് ശരിക്കും വിട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ബൂട്ട്സ്, അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഏകദേശം ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞ് TK Maxxയിൽ നിന്ന് എന്തായാലും ബില്ലൊക്കെ ചെയ്ത് ഇവിടുന്ന് ഇറങ്ങാൻ വെച്ചു. അടുത്ത നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയണത് കുറച്ച് പെർഫ്യൂമും ബോഡി മിസ്റ്റ് അങ്ങനത്തെ കുറച്ച്, പിന്നെ എൻ്റെ ഉമ്മാക്ക് കുറച്ച് കോസ്മെറ്റിക്സ് അങ്ങനത്തെ ഒക്കെ മേടിക്കാനുള്ള ഇനി അടുത്ത സ്ഥലം. ഫസ്റ്റ് ഷോപ്പിംഗ് കഴിഞ്ഞ് അടുത്ത ഷോപ്പിംഗ് ഇതല്ല. ചെനമില് കയറണമെന്ന് എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനിയിപ്പോൾ വേണ്ട. എന്തായാലും നമ്മൾ നാട്ടിലേക്ക് പോകുന്നത്. അപ്പം നാട്ടിൽ ഞാൻ ഇവിടെ ഇടുന്ന പോലത്തെ ഡ്രസ്സ് നാട്ടിൽ ഞാൻ ഇടാറില്ല. കാരണം ഒന്നാമത് അവിടുത്തെ ക്ലൈമറ്റും പിന്നെ മൊത്തത്തിൽ ഞാൻ ഇടാറില്ല. പിന്നെ ഞാൻ കയറണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുന്ന് പോയത് നേരെ സ്പോർട്സ് ഷോപ്പിലേക്കാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഷൂ വേണമായിരുന്നു. ഇവിടെ എനിക്ക് പർച്ചേസിങ്ങിനെ പോയത്. എനിക്കൊരു ഷൂവും അതേപോലെ സ്ലിപ്പറും നമ്മുടെ നാട്ടിൽ ഇട്ട് നടക്കാൻ പറ്റിയ വേണമായിരുന്നു. എനിക്ക് ഇതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് തന്നെ അയ്യേ അതെന്തായാലും അല്ല. ഇതെങ്ങനെയുണ്ട്? വെള്ളം കയറും, മറ്റേന് കയറത്തില്ല. ഇപ്പോഴത്തെ അവിടുത്തെ മില്ല നോക്കിക്കേ, രണ്ടും പൊളിയല്ലേ. മതി, ക്യൂട്ടല്ലേ, നൈസ് അല്ലേ, വൈബ്രന്റ് അല്ലേ. ഓക്കെ, നമ്മള് എനിക്കൊരു ഷൂ വാങ്ങി. പിന്നെ നമ്മളെ ഇവിടെയും മഴ അവിടെയും മഴ. അപ്പോൾ മഴയിലൊക്കെ ഇട്ട് നടക്കാൻ പറ്റിയ ഒരു നല്ലൊരു സ്ലിപ്പർ പോലുള്ളതും മേടിച്ച്, സ്ലിപ്പേഴ്സും മേടിച്ച്. ഇപ്പോഴേ നമ്മളിനി അടുത്തത് പോകുന്നത് ബൂട്ട്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബൂട്ട്സ് എന്ന് പറയുന്നത് നമുക്ക് കോസ്മെറ്റിക്സ് ഒക്കെ ഒരു നല്ല അടിപൊളി എല്ലാ ബ്രാൻഡ്സിനെയും കിട്ടുന്ന ഒരു സ്പോട്ടാണ് ബൂട്ട്സ് എന്ന് പറയുന്നത്. ബൂട്ട്സിൽ നിന്നാണ് എല്ലാവരും ഇവിടെ മേടിക്കുക. അപ്പോൾ നമുക്ക് കുറച്ച് സ്പ്രേയും ബോഡി മിസ്റ്റും അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഇപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒക്കെ ഇവിടെ ചുറ്റിപ്പറ്റി അടുത്തടുത്തായതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ബൂട്ട്സിൽ കയറാനായിരുന്നു പ്ലാന്. പക്ഷെ പോണ വഴിക്ക് ഞങ്ങൾ സൂപ്പർ ഡ്രഗ് കണ്ടു. അവിടെയും നല്ല അടിപൊളി നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടും. നമ്മൾ വിചാരിക്കുന്ന പെർഫ്യൂമും ബോഡി മിസ്റ്റും പിന്നെ ഉമ്മാക്ക് വേണ്ട കുറച്ച് സാധനങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കിട്ടും. അങ്ങനെ ഇതിൽ കയറി ഉടനെ തന്നെ ഒരു ബോഡി മിസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അയ്യോ ഇതിൻ്റെ എന്തൊരു നല്ല മണമെന്നറിയോ. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതിൻ്റെ അടിപൊളി മണം, റെഡ് ഫ്രൂട്ടാണ് ഇതിൻ്റെ ഇത്. പിന്നെ പപ്പാക്ക് ബോസിൻ്റെ ഒരു ഇത് മേടിച്ച്, ബോസിൻ്റെ സ്പ്രേ വാങ്ങി. മമ്മിക്ക് ആ ബോഡി മിസ്റ്റ് വാങ്ങി. ഉമ്മാക്ക് ഒരു ആൻറ്റി ഏജിങ് നൈറ്റ് ക്രീമും ഒരു ഡേ ക്രീമും. ഉമ്മാക്ക് ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഞാൻ വന്നതൊക്കെ അല്ലേ വെച്ചിട്ട് മേബലിൻ്റെ ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. നല്ല കളറാവോ, ടെസ്റ്റർ ഇല്ലായിരുന്നു. ഞാനൊരു കളർ എടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ഷോപ്പിംഗ് അങ്ങനെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചതൊക്കെ ബില്ല് ചെയ്യാണ്. ഇനി നമുക്ക് മേടിക്കാനുള്ളത് എന്താ, നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങാറുണ്ട്. നമുക്ക് ടെസ്കോയിലൊക്കെ പോയിട്ട് കുറച്ച് ചോക്ലേറ്റ്സും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. 2 ബോക്സ് ചോക്ലേറ്റ്സും പിന്നെ വേറെയും കുറച്ച് സാധനങ്ങൾ, കുറച്ച് അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കുറച്ച് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റെ അംജുക്കാടെയും ഒരു വലിയ ഹോബി നമ്മളുടെ ഷോർട്സ് ആണെന്നവർക്കറിയാം, PS4 ഉണ്ട്. അപ്പോൾ ഗെയിം കളിക്കലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ച്. അപ്പോൾ അതിൻ്റെ നമുക്ക് CD മേടിക്കാൻ, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചൊക്കെ തകൃതിയായിട്ട് നോക്കുന്നുണ്ട്. അയ്യോ വീട്ടിൽ ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതന്നെയാണ് പണി, ഗെയിം കളിക്കൽ തന്നെയാണ് പണി. അവസാനം ആൾ എന്തൊക്കെയൊക്കെയോ നോക്കിയിട്ട് ഒരു ബാറ്റ്മാൻ്റെ കണ്ടെത്തിന്ന് തോന്നുന്നുണ്ട്. നമ്മൾ കളിക്കാറുള്ളത്
ബാറ്റ്മാൻ മേടിക്കുന്നു. ഓക്കെ, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞില്ല ഇവിടുന്ന് കുഞ്ഞ് ഷോപ്പിംഗ് ആണ് നമുക്കുള്ളത്. അങ്ങനെ ഭയങ്കര സാധനങ്ങളൊന്നും മേടിക്കാനില്ലായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട്. ഈ നാട്ടിൽ പോയിട്ടാണ് ഫുൾ ഷോപ്പിംഗ് തകർക്കാൻ പോകും. അംജുക്കാക്ക് ഞാൻ വീഡിയോ കോള് വഴിയും ഫോട്ടോ വഴിയും ഒക്കെ കാണിച്ചു കൊടുക്കും. ബിരിയാണി അതെ, നമ്മളിവിടെ ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഹംജക്ക് ഒരു ഇതും മേടിച്ചു, നമ്മളെ PS4 ഗെയിം കളിക്കാനുള്ള ഒരു സംഭവം കൂടി മേടിച്ചു. ഞങ്ങള് എന്നും അടിച്ചു കളിക്കാറുണ്ട്, പക്ഷെ അപ്പൊ ഞാനാണ് എപ്പോഴും ജയിക്കാറ്. എപ്പോഴും ഞാനല്ലേ ജയിക്കാറ്. അഹങ്കാരം കൊണ്ട് പറയുന്നതാ. 2 പ്രാവശ്യം തോറ്റപ്പോ കരയുന്ന ഞാൻ തന്നെ കണ്ടത്. ഇപ്പൊ ബസ് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഭാഗ്യത്തിന് ഇറങ്ങിയ സ്ഥലത്ത് തന്നെയാണ് ബസ് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ട് ബസ് വരുന്നുണ്ട്. ആ വരുന്നതാണ് നമ്മുടെ ബസ്. അങ്ങനെ ഞാൻ സുഖമായി സമാധാനമായിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ സന്തോഷത്തിൽ വീടെത്തി. ഇനി ഷോപ്പിംഗ് മൊത്തം നമ്മളെ നാട്ടിലാണ് കിടക്കുന്നത് കേട്ടോ. ഞങ്ങൾ വീടെത്തി. അംജുക്ക് ഫ്രഷ് ആവാൻ പോയിട്ടുണ്ട്. എനിക്കും ഒന്ന് എന്താ പറയുക, ഇനി ഫ്രഷ് ആയിട്ട് വേണം ഞങ്ങൾക്ക് പെട്ടിയൊക്കെ ഒതുക്കാൻ. കാരണം നാളെയാണല്ലോ പോകുന്നത്. വയ്യാണ്ടായി പോയി. ഷോപ്പിംഗ് ഒക്കെ ഒരുപാടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ക്ഷീണം. പ്രത്യേകിച്ച് ഇന്ന് ഉച്ചക്ക് കഴിച്ച ഫുഡ് അത്രയും ഹെവി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഹെവി ആയിരുന്നു ഫുഡ്. ബുഫേ ആയതുകൊണ്ട് തന്നെ കുറേ കഴിച്ച്, എന്താണെന്നറിയില്ല. അത് കഴിച്ച് കഴിയുമ്പോൾ ഉറക്കവും വരുന്നു, ഭയങ്കര ക്ഷീണം. ഇനി കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയൊക്കെ എഴുന്നേറ്റിട്ട് പെട്ടി കൊടുക്കാതിരിക്കും. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ്. ടാറ്റാ ബൈ ബൈ.